21 ആർട്ടിസ്റ്റുകൾ ചേർന്ന് വരച്ച 90 ചിത്രങ്ങൾ. കന്യാമറിയത്തിന്റെ ജനനം മുതൽ കന്യാമറിയത്തിന്റെ സ്വർഗത്തിലെ കിരീടധാരണം വരെ മ്യൂറൽ പെയിന്റിങ്ങുകൾ നിറഞ്ഞു. ഒടുവിൽ അവരെ തേടി വേൾഡ് റെക്കോർഡ് വരെ എത്തി. ഫ്ലോറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ് ഈ ചിത്രങ്ങൾ വരച്ച് പ്രദർശനമൊരുക്കിയത്. മണിമുല്ലപ്പൂക്കൾ ഭംഗിയിൽ വിരിഞ്ഞ വള്ളിപ്പടർപ്പുകൾ മൂടി നിൽക്കുന്ന കൊച്ചു വീട്. ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വീകരണമൊരുക്കുന്നത് ചായക്കൂട്ടുകളുടെ ഗന്ധവും ചുവരിൽ നിറഞ്ഞു നിൽക്കുന്ന പലതരം പെയിന്റിങ്ങുകളും. വാതിലുകൾ കടന്ന് വീണ്ടും ചെല്ലുന്നത് വീടിനുള്ളിൽ ഭംഗിയിൽ ഒരുക്കിയിരിക്കുന്ന ഗാലറിയിലേക്കാണ്. കന്യാമറിയത്തിന്റെ ജനനം മുതൽ സ്വർഗത്തിലെ കിരീടധാരണം വരെ നേരിൽ കാണുന്ന അതേ അനുഭൂതിയോടെ കണ്ടു തീർക്കാം. കഥയെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്തവർക്കായി ഓരോ ചിത്രത്തിനും വിവരണവും ഒരുക്കി വെച്ചിട്ടുണ്ട്. 90 ചിത്രങ്ങളിലൂടെ യേശുദേവന്റെയും കന്യാമറിയത്തിന്റെയും ജീവിതം വരച്ചിരിക്കുന്നത് ഫ്ലോറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ്. ജോർജ് ഫെർണാണ്ടസ് അടക്കം 21 കലാകാരന്മാർ ചേർന്നൊരുക്കിയ ഈ കാഴ്ചവിരുന്ന് ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ ചേർന്ന് വരച്ച ഏറ്റവും അധികം ചിത്രങ്ങൾ എന്ന പേരിൽ ലോക റെക്കോർഡ് നേടി. ഞങ്ങൾ 21 പേര് കൂടെ ചേർന്ന് വരച്ചാണ്. 2.5 വർഷം എടുത്തു ഇത് വരച്ചെടുക്കാനായിട്ട്. ഇതിൽ യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെ ആ ലൈഫ് സ്റ്റോറി ഫുള്ളായിട്ടുണ്ട്. എന്നിട്ട് യേശു മരിച്ച് സ്വർഗത്തിലോട്ട് പോകുന്നവരെയാണ് അതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്തത് ഇപ്പോഴത്തെ ജനറേഷന് ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയാൻ വയ്യ. ബൈബിള് വായിച്ചാലും ഫുള്ളായിട്ട് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ശരിക്കും ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു. ചിത്രങ്ങൾക്കൊപ്പം തന്നെ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള 9 വൃക്ഷങ്ങൾ കൺമുന്നിൽ കാണും പോലെ ഭംഗിയിലാണ് ജോർജ് ഫെർണാണ്ടസ് നിർമ്മിച്ചിരിക്കുന്നത്. തുണിയും പശയും പ്രത്യേക കൂട്ടുകളും ചേർത്തുണ്ടാക്കിയെടുക്കുന്ന ഇത്തരമൊരു കൊച്ചു സൃഷ്ടി പൂർത്തിയാക്കാൻ ദിവസങ്ങളുടെ പരിശ്രമം തന്നെ വേണം. ഓരോ വാതിലുകളും അത്ഭുതങ്ങളുടെ ലോകം തന്നെയാണ് ഇവിടെ തുറന്നു തരുന്നതെന്ന് പറയാം. ഇത് 100 വർഷം പഴക്കമുള്ള തടിയിൽ കാർവ് ചെയ്ത ഒരു സ്റ്റാച്ചു ആണ്. ഒരു സെറ്റ് ഓഫ് സ്റ്റാച്ചു 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് ജീസസിൻ്റെ കൂടെയുള്ള അപ്പോസ്തലന്മാരുടെ പൈറോഗ്രാഫിയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 4 ആയിട്ടുള്ളൂ. പിന്നെ ഇത് ജീസസിൻ്റെ ലൈഫ്, ജീസസിൻ്റെ റോൾസ് എന്തോന്നൊക്കെയാണ്. ടീച്ചറായിരുന്നു, ഹീലറായിരുന്നു, ലീഡറായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ തന്നെ സെറാമിക് പ്ലേറ്റിൽ സെറാമിക് പെയിൻറ് വെച്ച് എഴുതിയതാണ്. പുണ്യാളന്മാരുടെയും പുണ്യാളത്തിമാരുടെയും അവരുടെ ശരീരത്തിൻ്റെ ഒക്കെ ചെറിയ പാർട്ട്, ഡ്രസ്സിൻ്റെ ഒക്കെ പാർട്ടാണ്. വെറുതെ പെയിന്റിങ്ങുകൾ കണ്ട് മടങ്ങുക എന്നതിനുമപ്പുറം പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും മറ്റൊരു ലോകത്തേക്ക് ഈ അന്തരീക്ഷം നമ്മെ കൊണ്ടെത്തിക്കും. ജോർജ് ഫെർണാണ്ടസ് പൂർത്തിയാക്കാനുള്ള തന്റെ സൃഷ്ടിക്കായുള്ള പണിപ്പുരയിലാണ്. ഇനിയും ഈ വീടിന്റെ ചുവരുകൾ മനോഹരങ്ങളായ കലാസൃഷ്ടികൾ കൊണ്ട് നിറയും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, 21 കലാകാരന്മാർ അവർ ഒരുമിച്ച് ചേർന്നൊരുക്കിയ മനോഹരമായൊരു എക്സിബിഷൻ അങ്ങനെ തന്നെ മുന്നിലേക്ക് പോയല്ലേ, ഒപ്പം ഒരു വേൾഡ് റെക്കോർഡും. ആ ഒരു വീട് കണ്ടോ അല്ലേ, എന്ത് ഭംഗിയാണല്ലേ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക അന്തരീക്ഷം നമുക്ക് ചുറ്റും ഇങ്ങനെ രൂപപ്പെടുമെന്ന് തന്നെ പറയാം. ഈ പറഞ്ഞതുപോലെ തന്നെ ചായക്കൂട്ടുകളുടെ ഗന്ധവും, എവിടെ തിരിഞ്ഞു നോക്കിയാലും മനോഹരങ്ങളായ ചിത്രങ്ങളുടെ ഫ്രെയിമുകളും അതുപോലെ കരകൗശല വസ്തുക്കളും ഒക്കെ ആയിട്ട് അതില്ലാത്തൊരിടം ആ വീട്ടിലില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെ കലാസൃഷ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വീടാണത്. ഇതിനു മുൻപും ഞാനവിടെ പോയിട്ടുണ്ട്. നമ്മുടെ തത്സമയ റിപ്പോർട്ടറിൽ തന്നെ അവിടെ നിന്നുള്ള കാഴ്ചകളും വന്നിട്ടുണ്ട്. ഇന്ന് പൈറോഗ്രഫിയെക്കുറിച്ചായിരുന്നു നമ്മളൊരു സ്റ്റോറി ചെയ്തത്. ഇന്നിതാ ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഒക്കെ ജനനം മുതൽ മരണം വരെ, അല്ലെങ്കിൽ അവർ സ്വർഗത്തിലെത്തി കിരീടധാരണം വരെയുള്ള ചിത്രങ്ങൾ, 90 ചിത്രങ്ങൾ 21 പേർ ചേർന്ന് വരച്ചത്. ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെതാണ് ഈ ഫ്ലോറ എന്ന് പറയുന്ന ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അദ്ദേഹം നേതൃത്വം നൽകി. അങ്ങനെ അദ്ദേഹം അടക്കം 21 പേർ ചേർന്നാണ് ഈ 90 ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെ മ്യൂറൽ പെയിൻറ്റിങ്, അതാണ് മ്യൂറൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു 2-3 മുറികളിലായിട്ട് നിറയെ ഇങ്ങനെ പിക്ചേഴ്സാണ്.
അപ്പോൾ നമുക്ക് ഈ കഥ, ബൈബിളിലെ ഈ കഥകൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെ കഥ മുഴുവനായി അറിയാത്തവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ ഒരു കോപ്പി എടുത്ത് പേപ്പറിൽ ഇങ്ങനെ എഴുതി ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിത്രവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഇനി കണ്ടാൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി കൃത്യമായി കാണിക്കുന്നുണ്ട്. ആ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചെല്ലുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ കൂടി അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് മനോഹരമായ ഒരു എക്സിബിഷൻ മുന്നിലേക്ക് പോകുന്നു. അതിന് നല്ലൊരു വേൾഡ് റെക്കോർഡ് ലഭിച്ച ആ സന്തോഷം ഒന്നും കൂടി ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.